സതീദേവി ദക്ഷയാഗത്തിന് പുറപ്പെട്ട കഥ. പ്രജാപതികളുടെ യാഗത്താൽ പങ്കെടുക്കാതെ മടങ്ങിവന്ന ദക്ഷപ്രജാപതിയുടെ മനസ്സിൽ ശിവനോടുള്ള പക കനലുകളായി കിടന്നു. ശിവശങ്കരനെ അവഹേളിക്കുവാൻ എന്താണ് ഉപാധി? ദക്ഷൻ ആലോചനയിലായി. യാഗഭൂമിയിൽ വെച്ചായിരുന്നുവല്ലോ പരമശിവൻ തന്നെ അവഹേളിച്ചത്. ആ നിലയ്ക്ക് മറ്റൊരു യാഗത്തിലൂടെ പകരം ചോദിക്കുക തന്നെ വേണമെന്ന് ദക്ഷൻ നിശ്ചയിച്ചു. അനന്തരം ദക്ഷൻ ബൃഹസ്പതി സവനം എന്ന യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. യാഗത്തിന് ആഴ്ചകൾ മുമ്പ് ദക്ഷന്റെ സന്ദേശവാഹകർ ത്രിലോകങ്ങളിലും സഞ്ചരിച്ച് യാഗത്തിനുള്ള ക്ഷണപത്രം നൽകി. ആ അവസരത്തിൽ നാരദൻ കൈലാസത്തിൽ വന്നു ചേർന്നു. പരമശിവനും പത്നിയും മഹർഷിയെ സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണം നടത്തി. മഹർഷി, പറഞ്ഞാലും എന്താണ് ലോകവാർത്തകൾ? വിശേഷങ്ങൾ നിരവധിയാണ്. അല്ല, ദേവി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. സതീദേവിയെ നോക്കിക്കൊണ്ട് നാരദൻ സംശയം പ്രകടിപ്പിച്ചു. എന്താണ് മഹർഷിയെ കാര്യം? താങ്കൾ എന്തു വസ്തുതയാണ് എന്നിൽ നിന്നും ഒളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്? സതീദേവി ആകാംക്ഷാഭരിതയായി. ദേവി, അവിടെ നിന്നെ കളിയാക്കുന്നില്ലേ? എങ്കിൽ പറയാം. അവിടുത്തെ പിതാവായ ദക്ഷൻ പ്രജാപതി ബൃഹസ്പതി സവനം എന്ന യാഗമനുഷ്ഠിക്കുവാൻ പോകുന്നു. ത്രിലോകങ്ങളിലുമുള്ള സർവരെയും ക്ഷണിച്ചു കഴിഞ്ഞു. അവിടുന്ന് ദേവനും അതറിഞ്ഞില്ലെന്ന് പറയുന്നത് ആശ്ചര്യം തന്നെ. നാരദൻ അത്ഭുതം കൂറി. സതീദേവി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുക തന്നെ ചെയ്തു. അച്ഛൻ നടത്തുന്ന മഹത്തായ യാഗം മറ്റൊരാൾ വഴിയാണല്ലോ താൻ അറിഞ്ഞത്. സമസ്ത ലോകവാസികളെയും ക്ഷണിച്ചിട്ടും എന്തേ തന്നെയും ഭർത്താവായ ശങ്കരനെയും ക്ഷണിച്ചില്ല? ദേവിയുടെ ഭാവവതികൾ കണ്ട നാരദൻ അനുനയനത്തിന്മേൽ ഇങ്ങനെ പറഞ്ഞു. ദേവി, ഇതിലെന്തിനാണ് ഇത്രയധികം കുണ്ഠിതപ്പെടുന്നത്? ദക്ഷഗൃഹം അവിടുത്തെ പിതൃഭവനം തന്നെയല്ലേ? അവിടെ പോകുവാൻ ആരെങ്കിലും ക്ഷണിക്കേണ്ടതുണ്ടോ? ശരി ശരി, ഇനിയെല്ലാം ദേവിയുടെയും ഈശന്റെയും ഇഷ്ടം. ഞാൻ യാത്രയാകുന്നു. നാരദൻ യാത്രാനുവാദം വാങ്ങി. നാരദൻ യാത്രയായതിനു ശേഷം സതീദേവി പരമശിവനോട് ചോദിച്ചു. പ്രിയനെ, അവിടുന്ന് കേട്ടില്ലേ? എൻ്റെ പിതാവായ ദക്ഷപ്രജാപതി യാഗം നടത്തുന്നു. പക്ഷെ നമുക്ക് മാത്രം ക്ഷണം ലഭിച്ചിട്ടില്ല നാഥ. നമുക്ക് യാഗത്തിൽ പങ്കുകൊള്ളേണ്ടേ? സതി, ദക്ഷപ്രജാപതി നമ്മെ ക്ഷണിച്ചിട്ടില്ലാത്തതിനാൽ ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ നാം അർഹരല്ല. പരമശിവൻ സതിയെ നിരുത്സാഹപ്പെടുത്തി. നാഥ, പിതൃഭവനത്തിൽ പോകുവാൻ ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് നാരദനും പറഞ്ഞില്ലേ? ദേവ, ആ ഭവനത്തിൽ നിന്നും കൈലാസത്തിലേക്ക് വാസമാക്കിയതിൽ പിന്നെ മാതാവിനെയും കണ്ടിട്ടില്ല. എനിക്ക് അമ്മയെയും സഹോദരിമാരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് യാഗത്തിൽ പങ്കെടുക്കാം. സതീദേവി നിർബന്ധ ബുദ്ധിയായി തീർന്നു. ദേവി, നിന്റെ പിതാവായ ദക്ഷൻ ഈ യാഗം നടത്തുന്നത് തന്നെ നമ്മെ അപമാനിക്കാൻ വേണ്ടിയാണ്. ആ സത്യം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് പോകുവാൻ ഞാൻ തയ്യാറല്ല. ദേവി ഇക്കാര്യത്തിൽ എൻ്റെ അനുവാദം തേടേണ്ടതുമില്ല, പരമശിവൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ യാഗത്തിൽ പങ്കെടുത്തേ മതിയാകൂവെന്ന് സതി തീർച്ചയാക്കി കഴിഞ്ഞു. സ്വഭവനത്തിലേക്ക് പോകുവാൻ ക്ഷണം വേണ്ടതില്ല, അവൾ ചിന്തിച്ചുറച്ചു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ സതി ഭർത്താവിനോട് യാത്രാനുമതി തേടി. പ്രിയേ, നീ അപമാനിതയാകുവാൻ പോവുകയാണെന്നറിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. യാഥാർത്ഥ്യം പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ ഇപ്പോൾ നിന്റെ നിർബന്ധ ബുദ്ധി നിന്നെ അനുവദിക്കുന്നുമില്ലല്ലോ. പോവുക, അനുഭവത്തിലൂടെ സത്യം അറിയുക. ഭഗവാൻ സതീദേവിയെ യാത്രയാക്കി. പരിഭവത്താൽ സതീദേവിയുടെ മുഖം കറുത്തു. അവൾ തൻ്റെ തോഴിമാരുമായി ദക്ഷന്റെ യാഗസ്ഥലത്തിലേക്ക് നടകൊണ്ടു. ഇനി ദക്ഷൻ സതിയെയും പരമശിവനെയും നിന്ദിച്ച കഥയാണ് തുടരും.